ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. എത്ര ആഴവും പരപ്പുമുള്ള ദർശനമാണ് ഇത്ര സൗമ്യവും ലളിതവുമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്. ഇത് അവതരിപ്പിച്ച അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രണാമം. മലയാളത്തിൻ്റെ മഹാകവി അക്കിത്തം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ദിവസമാണ്. മലയാളത്തിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അദ്ദേഹം. തൻ്റെ 94-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ കവിയെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതുവരെ നിലനിന്നിരുന്ന കവിതാ സമ്പ്രദായങ്ങളെ തകിടം മറിച്ച് എഴുതുവാൻ ഈ നിശബ്ദനായ ലളിതനായ കവിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രശസ്തിക്ക് പിന്നാലെ പോകാതെ കവിതയോടൊപ്പം ജീവിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്യം തന്നെ. ആ വാക്യത്തിന് മുമ്പിൽ, ആ ലളിതമായ ചിന്താഗതികൾക്ക് മുമ്പിൽ മലയാളക്കരകളുടെ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. സാമുദായിക പ്രസ്ഥാനം, നാടകം, രാഷ്ട്രീയം എന്നീ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച് കാലദേശാധിവർത്തിയായി തീർന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന യുഗപുരുഷൻ. കേരളം കടന്നുപോയ കഴിഞ്ഞ ദശകങ്ങളുടെ ഒരു ചിത്രം തൻ്റെ കൃതികളിലൂടെ അനാവരണം ചെയ്ത യുഗപുരുഷൻ. എന്റേതല്ല ഈ മഹാക്ഷേത്രം മക്കളെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അരങ്ങൊഴിയുകയായി. മലയാള സാഹിത്യ നഭസ്സിലെ ജ്ഞാനസൂര്യനായ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ദീപ്ത സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികൾ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഈ നൂറ്റാണ്ടിന്റെ മഹാകവി ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് കണ്ണീരിൽ നിറഞ്ഞ പ്രണാമം. 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വേർപാട് ലോക സാഹിത്യത്തിന് തന്നെ ഒരു തീരാനഷ്ടമാണ്. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് അക്കിത്തം വാസുദേവൻ നമ്പൂതിരി, മാതാവ് ചേകൂർ പാർവതി അന്തർജനം. മാവൂരി അച്യുതവാര്യരായിരുന്നു ആദിഗുരു. അന്തർമുഖനായ ഈ കവി തൻ്റെ കവിതകളിലൂടെ തീവ്രമായ വികാരാനുഭൂതികൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, മധുവിധു, കളിക്കൊട്ടിരു, ബലിദർശനം, അരങ്ങേറ്റം തുടങ്ങിയവയാണ്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യ നിർമ്മല പൗർണമി. 20-ാം നൂറ്റാണ്ടിന്റെ മഹാകവിയായ അക്കിത്തത്തിന് കണ്ണീർ പ്രണാമം. ചിത്രകല, സംഗീതം എന്നിവയിലായിരുന്നു ശൈശവ കൗമാരങ്ങളിൽ താല്പര്യം. 8-ാം വയസ്സിൽ കവിത എഴുതുവാൻ തുടങ്ങി. കവിതകൾ, ചെറുകഥ, നാടകം, വിവർത്തനം, ഉപന്യാസം എന്നിങ്ങനെയുള്ള മലയാള സാഹിത്യത്തിൽ 46ഓളം കൃതികൾ എഴുതുവാൻ തുടങ്ങി. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി